ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള കണാഫ്രൈയുടെ റെസിപ്പിയാണ്. കുറച്ച് മസാലക്കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുക, കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവയിലോട്ട് റിംഗ് ഷേപ്പിലാണ് അത് കട്ട് ചെയ്തേക്കുന്ന കണവയിലോട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അതിന് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള തക്കാളി മസാലയാണ് ഉണ്ടാക്കുന്നത്. ഒരു ടൈമിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന ആ ടൈമിൽ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരല്ലി വെളുത്തുള്ളി, ഒരു കൊച്ചുള്ളി, ഒരു പച്ചമുളക് അത് നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം അതിട്ട് കൊടുക്കുക. അതൊന്ന് ബ്രൗണിഷ് ആകുമ്പോൾ നമ്മൾ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പെരുംജീരകവും ഇട്ടിട്ട് ബ്രൗണിഷ് കളറാകുന്ന വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അത് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ മസാല. ഇതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണവ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അതൊരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ലോങ് ഫ്ലെയിമിലൊന്ന് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അന്നേരം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ വീട്ടുകാരെന്തായാലും അടിപൊളി, നിങ്ങളെ സമ്മതിക്കും. കാരണം അടിപൊളിയായിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.